ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്നേ നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി കൊണ്ടുവരാമെന്ന് ഓർത്തിട്ടാട്ടോ നിൽക്കുന്നത്. അപ്പം നല്ല ചൂട് സമയമല്ലേ, എന്ത് ചൂടല്ലേ, നമുക്ക് പുറത്തോട്ട് പോലും ഇറങ്ങാൻ പറ്റുകയില്ലാത്ത വിധം നല്ല ചൂട് സമയമല്ലേ ഇപ്പം. അപ്പോൾ എന്തെങ്കിലും തണുത്തതായിട്ട് എന്തെങ്കിലും കഴിക്കണമെന്നൊരാഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവില്ലേ. നമുക്ക് നല്ല അടിപൊളി ഒരു ഇളനീർ പുഡിങ്ങിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പുഡിങ്ങാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോയേക്കാം. നമുക്കിതൊന്ന് വെട്ടി ഇതിൻ്റെ വെള്ളം ഒന്ന് എടുക്കാം കേട്ടോ. കൊട്ടി കൊടുത്താൽ മതി. ഇതാ അടിപൊളി അടിപൊളി വെള്ളം കേട്ടോ. ഇത് പാത്രത്തിലേക്കങ്ങ് മാറ്റാം. ഇത് വെട്ടി എടുക്കണം. ഇത് വെട്ടി ഇങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കൈ പോവും. നമുക്ക് വേറെ ലെവലിലൊന്ന് വെട്ടാം. നല്ല നാച്ചുറൽ വാട്ടർ അല്ലേ, നമുക്കൊന്ന് കുടിച്ചേക്കാം അല്ലേ. ഒരു ഗ്ലാസ് വെള്ളവും പിന്നെ കുറച്ചുകൂടിയുള്ള നമുക്ക് കുടിക്കാം. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല നാച്ചുറൽ വാട്ടർ ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് നമുക്ക് എപ്പോഴും ഇതിനുണ്ട്. നമുക്ക് തേങ്ങയൊന്ന് വെട്ടിയേക്കാം. ഈ ഒരു സംഭവം മാത്രം നമുക്ക് മതി കേട്ടോ. അരച്ചെടുക്കണം. നമ്മുടെ പുഡിങ് നമ്മൾ ഉണ്ടാക്കുന്നതിന് കിച്ചണിൻ്റെ അകത്താണ്. അപ്പം ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു പാനാട്ടോ എടുത്തിരിക്കുന്നത്. പുഡിങ്ങൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ അത്രയും നല്ലത്. അപ്പം അതിലേക്ക് ഞാൻ ഒരു കവർ പാലാട്ടോ ഒഴിക്കാൻ വേണ്ടി പോകുന്നത്. മിൽമയുടെ പാലാണ് എടുത്തിരിക്കുന്നത്. ഒരു കവർ പാലാണ് നമ്മൾ ഒഴിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഈ പാലിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ കൂടുതൽ പാല് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഞാനിതിപ്പം വളരെ കുറച്ച് അളവിൽ മാത്രമാട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. പാല് തിളപ്പിച്ചെടുക്കണം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ആവശ്യമുള്ള അത്രയും നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വെച്ചാൽ മതി കേട്ടോ. ഒരുപാട് തീ കൂടുതലായി പോയി കഴിഞ്ഞാൽ പാല് പെട്ടെന്ന് തന്നെ അടിക്കൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ചെറിയ തീയിൽ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് വെന്ത് വരട്ടെ. നമ്മുടെ പാൽ ഇവിടെ തിളയ്ക്കുന്ന നേരത്ത് തേങ്ങ ഒന്ന് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതൊന്നും കൂടി ഒന്ന് ചെറുതാക്കിയിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കും. കണ്ടോ, ഈ രീതിയിലാണ് തേങ്ങ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ തേങ്ങ അല്ല കേട്ടോ, കരിക്ക്. അപ്പം ഇതിനെ നമ്മൾ മിക്സിയിലൊന്ന് നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പം അതിൻ്റെ ഒരു പൾപ്പും കൂടി നമുക്കിതിന് വേണം. അതും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് ഒന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ് കേട്ടോ. ഇതിനിടയിൽ നമ്മുടെ പാൽ ഇവിടെ തിളച്ച് വരുന്നു. ഇത്രയും പഞ്ചസാര എടുത്തിട്ടുണ്ടോ. ഈ തവിക്ക് ഒരു 3 തവി അടുത്ത് വരും. 3 തവി കംപ്ലീറ്റ് ഇല്ല, അത്ര പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുകൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മധുരം മുന്നിൽ വേണമല്ലോ. നമ്മുടെ പുഡിങ്ങിനൊക്കെ ഇത്തിരി മധുരം ഉണ്ടല്ലോ, അല്ലേ ടേസ്റ്റ് ഉള്ളൂ. ഇനി അതും ഇട്ട് നന്നായി തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനിടയ്ക്ക് ഇനി ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. കരിക്ക് ഇവിടെ ഞാൻ അരച്ചിട്ടില്ല, അത് റെഡിയാക്കണം. അപ്പോഴാണ് ഞാൻ ഓർത്തത് നമ്മുടെ കരിക്കും വെള്ളം ഉണ്ടെങ്കിൽ അരച്ചെടുക്കാനേ കുറച്ച് അത് ഒഴിച്ചു കൊടുക്കാമെന്ന്. അപ്പം ഞാൻ കുറച്ച് കുടിച്ചായിരുന്നു. പക്ഷേ മറ്റേ പാത്രത്തിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നല്ലോ. 1 ഗ്ലാസ് അല്ലേ നമ്മൾ എടുത്തുള്ളൂ, കുറച്ചും കൂടി ബാക്കി ഉണ്ടായിരുന്നല്ലോ. അപ്പം അതെടുത്തിട്ട് അരച്ചെടുത്തേക്കാന്ന് ഓർത്തു കേട്ടോ. അരയ്ക്കാൻ വേണ്ടി പോവാണ്. ഒരുപാട് വേണ്ട, ഇത് അറിയാൻ ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ. കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്യട്ടെ. ഇതാണ് നമ്മുടെ കരിക്കും വെള്ളം കുറച്ച് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തേക്കാം. ഇത് കണ്ടോ, ഇവിടെ കരിക്ക് ഞാനിവിടെ അരച്ചിതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടോ. ആവശ്യത്തിനുള്ള കരിക്ക് വെള്ളം മാത്രം ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. നമ്മുടെ ജലാറ്റിൻ ആട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ചൈന ഗ്രാസ് അല്ല, ജലാറ്റിൻ അതാട്ടോ എടുത്തിരിക്കുന്നത്. ഇത് മതി നമുക്ക്, ചൈന ഗ്രാസ് വേണ്ട. ജലാറ്റിൻ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിഫായിട്ട് തന്നെ വരും. നമ്മുടെ ജലാറ്റിൻ ഞാൻ ഇത്രയാട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ഞാൻ 2 സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർക്കുവാണ്. 2 സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്ത് നമുക്ക് കൃത്യമായിട്ട് നല്ല സ്റ്റിഫായിട്ട് നമുക്ക് വരും കേട്ടോ. ഇത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇപ്പം ഇത്രയും കൂടി ചേർക്കുമ്പോഴാണ് നമുക്ക് അത്ര ഒരു നല്ല ടേസ്റ്റോടെ കിട്ടുന്നത്. ഇനി ഇതിനെ ഞാൻ കുതിർത്തെടുക്കട്ടെ. കോൺഫ്ലവർ കൂടെ ഉള്ളതുകൊണ്ട് ചെറിയൊരു ചൂടുവെള്ളമാട്ടോ നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്.
ചെറിയൊരു ചൂടുവെള്ളത്തിൽ ഒഴിച്ചു കൊടുത്താലേ കോൺഫ്ലവറും കൂടെ റെഡി ആകത്തുള്ളൂ. ഒത്തിരി ചൂട് വേണ്ടായേ, നോർമൽ രീതിയിൽ മതി. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടത് നന്നായിട്ട് തന്നെ കുതിർത്ത് റെഡിയായി വരും. എന്നിട്ട് ഇത് നമുക്ക് നമ്മുടെ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് സത്യം പറഞ്ഞാൽ നല്ല തണുത്ത വെള്ളത്തിലേക്കാട്ടോ ഇത് ചേർത്ത് ജലാറ്റിൻ സാധാരണ കൊടുക്കുന്ന. അപ്പോൾ നന്നായിട്ട് കുതിർന്ന് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കോൺഫ്ലവറോടെ ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്തുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. സാരമില്ല, എങ്ങനെ പോയാലും ഇത് നല്ലതായിട്ട് തന്നെ സ്റ്റിഫായിട്ട് തന്നെ വന്നോളൂ. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഉണ്ടല്ലോ, അതങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഇളക്കണം. ഇതിലേക്ക് നമ്മുടെ ഈ പൾപ്പ് റെഡിയാക്കി വെച്ചിട്ടില്ലേ, അതും കൂടി അങ്ങ് ചൂടോടെ തന്നെ ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതാ നമ്മുടെ പുഡിങ് പെട്ടെന്ന് ഒന്ന് സെറ്റ് ആകും കേട്ടോ. ഇത് മതി, അത്യാവശ്യം വേണ്ട ഒരു തിക്നെസ്സിലേക്ക് ഇതിപ്പോൾ ഒന്ന് മാറിയിട്ടുണ്ട്. പെട്ടെന്ന് ചൂടോടെ തന്നെ ഇതൊന്ന് നമ്മുടെ ബൗളിലേക്ക് സെറ്റ് ചെയ്യാം. ബൗളൊക്കെ ഇവിടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ കൺസിസ്റ്റൻസി കണ്ടോ, അടിപൊളി കേട്ടോ. നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി പുഡിങ് ആട്ടോ ഇത്. നല്ല മണമൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരല്പം വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുവാണ്. വാനിലയുടെ ഒരു ടേസ്റ്റ് കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ ഇത്. കഴിക്കാൻ വേണ്ടി തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ഇടയിൽ നമ്മൾ സെറ്റ് ചെയ്യാനുള്ള ബൗളൂടെ റെഡിയാക്കി വെച്ചേക്കണം. ഏതാണെന്ന് വെച്ചാൽ അതും കൂടി ഒന്ന് റെഡിയാക്കി വെച്ചേക്കണം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ പണി കഴിഞ്ഞു. ഞാൻ ദേ ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്തു, സെറ്റാകാൻ പോവാട്ടോ. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴാണ് ഇത് കറക്റ്റ് ടേസ്റ്റിലേക്ക് മാറുന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബൗളിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ചെറിയ ചൂടോട് തന്നെ ഒഴിച്ചു കൊടുക്കുക, എന്നാലും അത് കറക്റ്റായിട്ട് സെറ്റായി വരത്തുള്ളൂ. ചിലപ്പോൾ അത് നേരത്തെ നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാൻ പറ്റാത്ത വിധം സെറ്റായി പോകുക. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പം ബൗള് എടുക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ടൈപ്പ് എടുക്കരുത്. ചൂട് ചെല്ലുമ്പോൾ ചില ബൗളുകൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ക്വാളിറ്റിയുള്ള ബൗൾ മാത്രമേ അതിനു വേണ്ടി എടുത്ത് വെക്കാവൂ. ഇല്ലെന്നുണ്ടെങ്കിൽ സ്റ്റീൽ പാത്രത്തിലോ അല്ലെ കേക്ക് സെറ്റ് ചെയ്യാനുള്ള ട്രെയിലോ അങ്ങനെയുള്ള ടിന്നിലൊക്കെ ആണെങ്കിലും ചെയ്യാം കേട്ടോ. പുഡിങ് ഇവിടെ ഏകദേശം സെറ്റാകാനുള്ള തയ്യാറെടുപ്പായി. ഇത് ഫ്രിഡ്ജിലേക്ക് തന്നെ നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഫ്രീസറിൽ വെക്കണമെന്നില്ല, അല്ലാതെ താഴത്തേക്ക് വെച്ചാലും മതി കേട്ടോ. ഇത് ഞാൻ ഇതിലേക്ക് അരിഞ്ഞ് ചേർക്കാൻ വേണ്ടിയിട്ട് കരിക്കിൻ്റെ കുറച്ച് കാര്യങ്ങളോട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി നമുക്കിതിലേക്ക് അരിഞ്ഞൊന്ന് ചേർക്കാം. ഇനി ഞാനിത് ഫ്രിഡ്ജിലേക്കൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കും. 6 മണിക്കൂറാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ 6 മണിക്കൂറിന് ശേഷം തിരിച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്റ്റിഫായിട്ട് നല്ല കട്ടിയായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ദാ ഒരു പാത്രത്തിലേക്കിട്ട് കമത്തി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പുഡിങ് സെറ്റായിട്ടിരിക്കുന്നത് കാണാം. അപ്പോൾ നമുക്കിത് കുറച്ച് നേരം നമ്മളെന്തെങ്കിലും ചൂട് എന്തെങ്കിലും വെള്ളിലേക്ക് വെക്കും, അങ്ങനെയൊക്കെ ചെയ്താലേ ഇത് വിട്ട് വരത്തുള്ളൂ കേട്ടോ. നല്ല തണുത്ത ഐസായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് തിരിച്ചത് എടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ പാത്രം മാറ്റി ഇനി ഞാൻ ചെയ്യുന്നത് സ്പൂൺ വെച്ച് തന്നെ കോരിയെടുക്കാമെന്ന് ഓർത്തിട്ടാട്ടോ. നമുക്ക് അല്ലാതെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, പാത്രം കമത്തി വെച്ചാലും തിരിച്ചു വരും. അത് കുറച്ച് നേരം ഒന്ന് തട്ടി കൊടുത്തെങ്കിൽ മാത്രമേ തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഞാൻ സ്പൂൺ വെച്ച് ഇങ്ങനെ തന്നെ കോരിയെടുത്ത് കാണിക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ കരിക്ക് പുഡിങ്. ഇതിൻ്റെ ഇടയിലെല്ലാം കരിക്കാട്ടോ. നമ്മളിത് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. അത്രയ്ക്ക് ടേസ്റ്റാട്ടോ ഇത്. അപ്പോൾ എന്താ എല്ലാവരും ഇവിടെ കഴിക്കാൻ വേണ്ടി ഇവിടെ നോക്കിയിപ്പണ്ട് കുഞ്ഞിന് കൊടുത്തു. അവനും ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ തന്നെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവം ആട്ടോ ഇത്. അപ്പം നമ്മളിത് പാത്രം കമത്തിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ ജെല്ലി രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, കരിക്ക് ഇതിൻ്റെ ഇടയിലെല്ലാം ഉള്ളത് കൊണ്ട് ഇത്തിരി ഒരു ബുദ്ധിമുട്ടാട്ടോ നമുക്ക് അതങ്ങനെ എടുക്കാൻ. ഇപ്പം നമ്മൾ കരിക്ക് അതിനകത്ത് വെക്കുന്നില്ല എങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ ആ ഒരു രൂപത്തിൽ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഈ ചൂട് സമയത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചൂട് സമയം അല്ലെങ്കിൽ പോലും നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പുഡിംഗ് ആട്ടോ ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ലൈക്ക് ചെയ്യാൻ മറന്നേക്കല്ലേ. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ടാറ്റാ.